നമസ്കാരം. കേരളത്തിൽ UDF വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെങ്ങും UDF പ്രവർത്തകരുടെ ആവേശമാണ് കാണുന്നത്. ഞാനിപ്പോൾ എറണാകുളം DCCയുടെ മുമ്പിലാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആവേശത്തോടെയുള്ള അവരുടെ ആഘോഷ പ്രകടനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രവർത്തകരെല്ലാവരും പുറത്തിറങ്ങി കൊടികളുമായി ഇറങ്ങി ആ ഒരു ആഘോഷം അവർ നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിൽ അവരുടെ ഈ ഒരു വിജയത്തിലേക്കുള്ള ആ ഒരു പോക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ VD സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ നമുക്കറിയണം. എന്തായാലും എങ്ങനെയുണ്ട് വിജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങളുടെ UDF വലിയ വിജയത്തിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ കാണണം, പിണറായി വിജയൻ 5ാം റൗണ്ട് വരുമ്പോഴും ഞങ്ങളുടെ പയ്യൻ അബ്ദുൾ റഷീദ് തൂക്കിയിരിക്കും പിണറായി വിജയനെ. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. നിങ്ങൾ ഓർക്കണം, 100 മീറ്ററിലായിരുന്നു പിണറായി വിജയന്റെ പടം വെച്ചിന്. അതിനുള്ള ഉത്തരമാണ് ധർമ്മടത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് UDF വൻ വിജയത്തിലേക്ക് തന്നെ നയിക്കും. കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊടുത്ത വിജയമാണ് കോൺഗ്രസ്. 100+ തന്നെയാണ് VD സതീശൻ ഞങ്ങളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100+ലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പിണറായി വിജയനെ അബ്ദുൾ റഷീദ് VP യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ധർമ്മടത്തിന്റെ മണ്ണിൽ മുട്ടുകുത്തിക്കുന്ന കാഴ്ചയാണ് കേരളം മുഴുവൻ കാണുന്നത്. അത് തന്നെയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അബ്ദുൾ റഷീദ് VPക്ക് പിണറായി വിജയൻ തുലയട്ടെ, പിണറായി തുലയട്ടെ, കേരള മണ്ണ് വിധി എഴുതി, പൂവർണ്ണക്കൊടി മാറിച്ച്, UDF മാറിച്ച്, കേരള മണ്ണിൽ പാറിച്ച്. എങ്ങനെയുണ്ട് ഈ വിജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക? നല്ലൊരു ആത്മവിശ്വാസത്തോടെ UDF തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയാണ്. ഇതിൽ പിണറായി വിജയന്റെ മുഖത്തിട്ട ഒരു അടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പിണറായി വിജയന്റെ മാത്രമല്ല, മരുമോന്റെ കൂടി മുഖത്തിട്ടടിച്ച ഒരു കരങ്ങളാണ് UDFന്റെ വലത് കൈ. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അത് പാർട്ടി തീരുമാനിക്കും. എങ്ങനെയുണ്ട് ചേച്ചി വിജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്? അതെ, പിണറായി വിജയന്റെ ദുർഭരണം ഇനി കേരളത്തിന് വേണ്ട. ഇനി അയാള് നമ്മുടെ ഒരു സീറ്റിലും അവൻ ഇരിക്കാൻ പാടില്ല. അവന്റെ ഭരണം നമുക്ക് പാടെ തൂത്തുകളയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ഭരണം എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിണറായി വിജയൻ വേണ്ട, അത്രേ ഉള്ളൂ. അത്രയും ഞങ്ങൾ UDF+ 100+ ആയിട്ട് തന്നെ ഞങ്ങൾ ജയിക്കുന്ന എവിടെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ പിണറായി വിജയന്റെ ഭരണം ഞങ്ങൾ മടുത്തിട്ട് തന്നെയാണ് കേരള ജനത ഈ വർഷം നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത്, എല്ലാ ജനങ്ങളും. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും 100+ കൊണ്ട് തന്നെ നമ്മളെ UDF ഭരണത്തിൽ വരും. ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒരു UDF തരംഗം തന്നെയാണോ? തീർച്ചയായും UDF തരംഗമാണ്. 10 വർഷം പിണറായി വിജയൻ കേരള ജനതയെ കാർന്നത് എന്തേന്? കേരള ജനത വിധി എഴുതി പുറത്തേക്ക്, കടക്കുപുറത്ത് ആ ധിക്കാരവും രാഷ്ട്രീയവും പിണറായി വിജയൻ ആ യുഗം അവസാനിക്കുന്നു. ടീം കേരള UDF ശക്തമായ ഭരണത്തിലേക്ക്. താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പം പിണറായി വിജയന്റെ ഒക്കെ പത്തനംതിട്ടയിൽ വെച്ച് ഒരാൾ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കുന്ന इलेक्शन इंचार्ज हिंदी स्पीकिंग नॉट मलयालम नो. अभी जो बोला है कर्नाटक जो केरला में अभी जो कांग्रेस गवर्नमेंट बनने जा रहा है, इसको कोई नहीं रख सकता. लोग पब्लिक भी बदलाव चाह रहे हैं. इसलिए क्या है, पिनराई विजयन ने कुछ डेवलप नहीं किया केरला में. इसलिए क्या है, पूरे कर्नाटक का जो कर्नाटक में जो मादरी में यहाँ भी एक गवर्नमेंट बन रहा है, कांग्रेस गवर्नमेंट बन रहा है. और केरला के पीपल्स को मालूम है कि यहाँ पे बदलाव लेके आना है. इसलिए क्या है, इस बार कांग्रेस गवर्नमेंट बनेगा, UDF गवर्नमेंट बनेगा, पिनराई को यहाँ से हटाएगा. नेक्स्ट केरला CM हाईकमांड, कांग्रेस पार्टी हाईकमांड डिसाइड. അണികളെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. 100+ എന്ന തരത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോഴും UDFന്റെ മുന്നേറ്റം തുടരുകയാണ്. 5ാം റൗണ്ട് പിന്നിട്ടപ്പോഴും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെങ്ങും അലയടിക്കുന്നു എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാവുന്നതാണ്. എന്തായാലും ആരായിരിക്കും അടുത്ത CM? രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, VD സതീശനാണോ? നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ ഫലമൊക്കെ വന്നു കഴിയുമ്പോൾ തീരുമാനം അറിയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നും പ്രണവസ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.